ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വയനാട് നിന്ന് രണ്ടാമത്തെ ദിവസം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ റെഡിയായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിനായിട്ട് മാച്ചായ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റൂം ചെക്ക് ഔട്ടായിട്ടോ ഗൈസ്. ഞങ്ങൾ വേറെ ഈ റൂം എടുക്കും കേട്ടോ ഗൈസ്. അതിനനുസരിച്ച് ഞങ്ങൾ സ്കൈ വേ തന്നെ അവർ തന്നെ വലിയത് ഞങ്ങൾക്ക് അവിടുന്ന് റൂം കിട്ടിയില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് അപ്പ് സൈഡിലാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ബൊഫയൊക്കെ ഉള്ള. ഞാൻ അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് അതിന് പിന്നെ ഞങ്ങൾക്ക് ഫുഡ് സ്ഥലമൊക്കെ സെറ്റായി. അതിന് പിന്നെ ഞങ്ങൾക്ക് അവിടെ കേട്ടോ ഗൈസ് രണ്ട് ഐറ്റംസ് ഉണ്ടായുള്ളൂ. അപ്പം ഇതായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിച്ചത് ഞങ്ങൾ പോണ വഴിക്ക് റംബൂട്ടാൻ കണ്ടു കേട്ടോ ഗൈസ്. നല്ല രസമാണ്, നല്ല റെഡ് കളറ് അവിടെയുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളപ്പോൾ ഇതാട്ടോ വാങ്ങിച്ചിട്ട് നമുക്ക് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്തൊക്കെ കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു പാർക്കിലേക്ക് വന്നേക്കാം കേട്ടോ ഗൈസ്. കണ്ടു ഒരു അവിടെ നല്ല രസമൊക്കെ ഉണ്ടായി ഗൈസ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു വയനാട് ഇത് സൂവിലേക്ക് വന്നിട്ട് ഗൈസ്. കണ്ടു ഗൈസ്, ഇവിടുത്തെ കുറേ ബേർഡ്സൊക്കെ ഉണ്ടായി. അതിന് പിന്നെ ശേഷം ഞങ്ങൾ കുറേ സാധനം അങ്ങനത്തെ കുറേ കണ്ടു ഗൈസ്. നല്ല രസമല്ല ഒച്ചയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ പാമ്പുണ്ട് കേട്ടോ ഗൈസ്. പല തരം പാമ്പുകളും മറ്റേ അണ്ണാനും കുഞ്ഞുങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടോ ഗൈസ്. അങ്ങനെ കുറേ ഉണ്ടായി. ഞണ്ടും അതിൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ സ്പൈഡർമാൻ ഏതാണ്ടൊക്കെ ഉണ്ടായിട്ടോ ഗൈസ്. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. അതിന് പിന്നെ ഞങ്ങളതൊക്കെ കണ്ട് പയ്യെ കണ്ടു ഗൈസ്. അതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പിനെ കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കാൻ തരും. ഞങ്ങൾ എടുത്തൊന്നുമില്ല കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് കണ്ട് എലിക്കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ പാമ്പ് ഒരാളവിടെ നിന്ന് പാമ്പിൻ്റെ കഴുത്തിലിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ എടുത്തൊന്നുമില്ല. അതേ പിന്നെയും ഒരു വലിയകാടൊരു പാമ്പ്. അതിന് പിന്നെ ശേഷം അപ്പുറമൊന്നുമില്ല. അവിടെ ഉണ്ടോയെന്ന് പറയുമ്പോൾ കണ്ടോന്നില്ല കേട്ടോ ഗൈസ്. അവിടെ അതിൻ്റെ തീറ്റ ചെയ്തണ്ട. പിന്നെ അവിടെ പൂച്ചേനൊക്കെ കണ്ടു. പിന്നെ അതേ അതുപോലത്തെ തത്തമ്മയൊക്കെ പോലെ ഒരു ഇത്. അതിന് പിന്നെ ശേഷം ഞങ്ങളിത് കണ്ടു ഗൈസ്. നല്ല രസമാണ് ഓടിച്ചാടി നടക്കുന്നത് കാണാൻ. എന്തോ പുലിയുടെ ഷേപ്പ് കണ്ടോ. അതിന് പിന്നെ ഗൈസ് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങൾ പൂച്ചേനെയൊക്കെ കണ്ടു. പേഷ്യൻ ക്യാറ്റ് അല്ലാത്ത പൂച്ചേനെയും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ട ഗൈസ്. അപ്പോൾ ഞങ്ങളത് പിന്നെയും അതുപോലത്തേക്ക് ഒരു കിളി ഞങ്ങൾ അടുത്ത് കയറിയിട്ടോ ഗൈസ്. പിന്നെ ഗൈസ് കണ്ടു നല്ല രസമുണ്ടായി, നല്ല സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ട്രിപ്പൊക്കെ കണ്ടു ഗൈസ്. ഞങ്ങളിതിനകത്ത് കയറിയിട്ടോ. ഞാൻ കിളീനെയൊക്കെ പിടിക്കുന്ന ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ ഗൈസ്. എൻ്റെ അടുത്ത് വന്നു. പിന്നെ ഗൈസ് ഇതെന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. കണ്ടു ഗൈസ് നല്ല രസമുണ്ട് അത് നിൽക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറേ ഉണ്ട് ഫിഷ് ഞാൻ കൈയിട്ടിട്ടോ ഗൈസ്. എൻ്റെ വീഡിയോ എൻ്റെ വരെ കിട്ടിയില്ല തോന്നും. പിന്നെ നമുക്ക് ആടിനൊക്കെ ഫുഡ് കൊടുക്കാം ഗൈസ്. പിന്നെ പൂച്ച അവിടെ കേട്ടോ ഗൈസ്. പിന്നെ അവിടെ ഒട്ടകമൊക്കെ ഉണ്ടായി. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ ഹണി മ്യൂസിയത്തിലേക്ക് പോയിട്ടോ ഗൈസ് വയനാടിൽ. അത് ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം അങ്ങനെ അവിടുത്തെ അങ്ങനെ കുറേ പേരുണ്ടായിട്ടോ ഗൈസ്. അവിടെ നമുക്ക് ഹണിയൊക്കെ വാങ്ങാൻ പറ്റും. ഫ്രഷ് ഹണി അവരുണ്ടാക്കണത് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു ഗൈസ്. ഇവിടെ ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് തരും കണ്ടു ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഇതുണ്ടായി നമുക്ക് എങ്ങനെ ഹണി ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അതൊക്കെ തേനൊക്കെ മണത്താനൊക്കെ തന്നിട്ട് ഗൈസ്. ഞങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചു. അതിന് പിന്നെ ഞങ്ങളത് തേയിലത്തോട്ടമൊക്കെ പോലെ ഇത് കണ്ടു. പിന്നെ ഞങ്ങളത് ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഗൈസ്. ആ സെയിം ഹോട്ടലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ റൂം അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ വന്ന് ഫുഡ് കഴിച്ചു. ഫുഡിന് ഞങ്ങൾ അവിടെ ഗൈസ് അവിടുത്തെ ലക്ഷറി ഹോട്ടലായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അറിയാൻ പറഞ്ഞതാണ്. അതിന് ഗൈസ് ഞങ്ങളപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് ടച്ച് വഴുകിട്ടോ ഗൈസ്. പേരൊക്കെ കൊടുക്കണം. അതിന് ഞങ്ങൾ ഫ്രൈഡ് റൈസും പറഞ്ഞു മാപ്പിയും മീൽസും പറഞ്ഞ് അതിന് ഞങ്ങൾ ഫുഡൊക്കെ പയ്യെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആ റൂമിൻ്റെ പേര് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ ഗൈസ്. പിന്നെ അതേ സ്വിമ്മിംഗ് പൂളിൽ പോകട്ടോ ഗൈസ്. സ്വിമ്മിംഗ് പൂൾ ആ റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അതിന് അങ്ങോട്ടേക്ക് പോകണം ഒരു ഇതിലാണ്. അപ്പോൾ ഗൈസ് നല്ല അടുത്തൊരു ചെറിയൊരു പാർക്ക് രീതിയൊക്കെ സീസോ അങ്ങനെ കണ്ടൊക്കെയാണ്. അതിന് പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിക്കാൻ കുറേ നേരം അതിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ആ സെയിം ഹോട്ടലിൽ തന്നെ ഉച്ചയ്ക്ക് പോയ ഹോട്ടലിൽ തന്നെ പിന്നെയും വന്ന് പിന്നെ അവിടെ തന്നെ ഫുഡ് കഴിച്ചു.
പിന്നെ ഇതേ കണ്ടോ ഗൈസ് അങ്ങനെ ഡ്രസ്സൊക്കെ ഉണ്ടായി ചില്ല് കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ടായി. ഞങ്ങൾ ഇന്ന് ഈ ആയിട്ട് ഞങ്ങളുടെ കാറൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ അനിയൻ പിന്നെ ഗൈസ് ഞങ്ങളപ്പോൾ അതേ എല്ലാം ഇതെടുത്തത് വാപ്പയും ഉമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട്. അതിന് പിന്നെ ശേഷം കണ്ടോ ഗൈസ് ഞങ്ങളിന്ന് ഇതാണ് പറഞ്ഞത് ചിക്കൻ്റെ പൊറോട്ടയും ചിക്കൻ കറി കേട്ടോ ഗൈസ് പറഞ്ഞത്. എനിക്ക് ചപ്പാത്തിയും പറഞ്ഞു. അതിന് പിന്നെ ഞങ്ങൾ ജ്യൂസ് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.